أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا يا أرحم الراحمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻ, ഞാൻ അൽഹംദുലില്ലാ 29 ആയത്തുകൾ 29ാമത്തെ ആയത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അൽഹംദുലില്ലാ എല്ലാവരും ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഒരു ഉപകാരപ്പെടുന്ന ഇൽമാക്കി മാറ്റട്ടെ, ഈ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും. ആമീൻ. അപ്പോൾ ഇത് തുടങ്ങുന്ന അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കുൽ എന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഫിഅൽ അംറാണ്. പറയൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നത് കുൽ ഹുവർ റഹ്മാൻ, അവനാണ് റഹ്മാൻ എന്ന് അവരോട് പറയൂ. കുൽ ഹുവർ റഹ്മാൻ, അവൻ റഹ്മാനാണ്. അവൻ റഹ്മാനാണ്. റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്രയോ പേരുകളിൽ നിന്ന് റഹ്മാൻ എന്നുള്ളൊരു പേര് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പറയുന്നത് അവരോട് പറയൂ, അവൻ റഹ്മാൻ ആണ്. ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആരിൽ? ബിഹി, അവനിൽ വിശ്വസിച്ച്. റഹ്മാനായ ആ ഞങ്ങളുടെ റഹ്മാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മാത്രമല്ല വ ആലയ്യി തവക്കൽന, മാത്രം വാന്നില്ലെങ്കിൽ ആൻഡ് ആലയ്യി തവക്കൽ, അവനിലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. അവനിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും തവക്കുല് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ ഈ ആയത്തിന്റെ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയും, നിങ്ങൾക്ക് നോളേജ് വരും. എന്ത്? മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് മുബീൻ അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ആരാണ് കൃത്യമായ വഴികേടിൽ എന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക ഓ നബിയെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബാണ്, അർഹമുർ റാഹിമീനായ റബ്ബാണ് നമ്മളുടെ റബ്ബ്. കാരുണ്യവാനാണ്. ആ കാരുണ്യവാനിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ കാരുണ്യവാനിലാണ് നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അനുയായികളായ നമ്മളൊക്കെ ആ റഹ്മാനിലാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നതും വിശ്വസിക്കുന്നത്. എന്നിട്ട് സത്യനിഷേധികളോടുള്ള നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, നമ്മളെ എന്താ പറയുക എന്താ പറയുക 14ാം നൂറ്റാണ്ടിലെ ദീനും കൊണ്ട് നടക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് കൃത്യമായ വഴികേടിൽ എന്ന് വളരെ പെട്ടെന്ന് തന്നെ. സാ എന്നാണ് ഇവിടെ പറയുന്നത്. സാ എന്നല്ലെങ്കിൽ വളരെ പെട്ടെന്ന്. സതഅലമൂന, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്ത്? ആരാണ്? മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ളലാലിൻ മുബീനിൽ പെട്ടുപോകുന്നതിൽ നിന്നോട്ട് കൃത്യമായ വഴികേടിൽ അതായത് തെറ്റായ വാദയിലേക്ക് തെന്നി മാറിപ്പോകുന്നതിൽ നിന്ന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആലി ഇംറാനിൽ പറയുന്ന ഒരു ഇതുണ്ട്, അല്ലാഹുമ്മ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, യാ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹിദായത്ത് തന്നി മാറിപ്പോവരുത്. ഒരിക്കൽ ഹിദായത്ത് കിട്ടിയതിന് ശേഷം അല്ലാഹുമ്മ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നീ ഒരിക്കൽ ഞങ്ങളെ ഹൃദയത്തെ ഗൈഡ് ചെയ്തതിന് ശേഷം ഹിദായത്തിലേക്ക് നീ നയിച്ചതിന് ശേഷം ആ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഈ ഹൃദയങ്ങളെ നീ നിന്റെ ഹിദായത്തിൽ നിന്ന് തട്ടി മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ആക്കരുത്. ഇന്നക അൻതൽ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുത്തു നിന്നുള്ള റഹ്മത്ത്, അതാണ് ഈ റഹ്മാൻ. നിന്റെ അടുത്തുനിന്ന് മില്ലദുങ്ക എന്നല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫ്രം യുവർ സൈഡ് എന്നാണ്. നിന്റെ അടുത്തുനിന്ന് മാത്രം വരുന്ന ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ ചൊരിയണേ. മില്ലദുങ്ക റഹ്മ ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായിട്ടും നീ അൻതൽ വഹാബ്, നീ തീർച്ചയായിട്ടും വഹാബാണ്. വഹാബ് എന്നല്ലെങ്കിൽ ഗിഫ്റ്റ് തരുന്നവനാണ്. അപ്പൊ നീ തീർച്ചയായിട്ടും വഹാബാണ്, വാരിക്കോര് ഗിഫ്റ്റ് തരുന്നവനാണ്. അത് വഹാബായ റഹ്മാനായ റബ്ബെ, നിന്റെ അടുത്ത് നിന്നുള്ള കാരുണ്യത്തിനെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ നീ വഴികേടിലാക്കരുത്. ഒരിക്കൽ ഹിദായത്ത് നൽകിയതിന് ശേഷം ഹിദായത്തിൽ നിന്ന് തെന്നി മാറുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഹൃദയങ്ങളെ ആക്കരുത് റഹ്മാനായ റബ്ബെ എന്നാണ് സൂറത്തുൽ ആലി ഇംറാനിൽ പറയുന്നത്. ഇത്തരം സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്താനും
എന്താ കുഫറിലേക്കും ഷിർക്കിലേക്കും തെന്നി മാറാതിരിക്കാനും നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മളുടെ ചുറ്റുമുള്ളവർക്കും ദീനിലേക്ക് ഹിദായത്തിലേക്ക് ഇനിയും എത്താനുള്ളവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചം എല്ലാവർക്കും എത്തിച്ചു തരട്ടെ. നമ്മൾ ഹിദായത്തിൽ വന്ന് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിലനിർത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ നിലനിർത്തിക്കൊണ്ട് പോകട്ടെ. സിറാത്തുൽ മുസ്തഖീമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറിയ 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 തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന മാനുഷികമായ ആ ഒരു വീക്ക്നെസ് കൊണ്ട് പറ്റിപ്പോകുന്ന തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.